ദൈവത്തിൻ്റെ അതിപരിശുദ്ധവും ശ്രേഷ്ഠവുമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ എല്ലാ സ്നേഹമുള്ള പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഷോർട്ട് മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും ആശ്വാസവും അനുഗ്രഹവും പകരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രാത്രികാലത്ത് ചിന്ത, കർത്താവ് നിന്നെ കൈവിടുകയില്ല എന്നുള്ളതാണ് ഇന്ന് രാത്രികാലത്തെ ചിന്ത. നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മെ കൈവിടുന്ന കർത്താവല്ല, മനുഷ്യൻ നമ്മെ കൈവിടും, ബന്ധുമിത്രാദികൾ നമ്മെ കൈവിടും, ചാർച്ചക്കാര് നമ്മെ കൈവിടും. എന്നാൽ കൈവിടാത്ത ഒരു കർത്താവിനെ കുറിച്ച് ഇന്ന് രാത്രികാലം തിരുവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അതിന് ആധാരമായി തിരുവചനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുവാന് ഞാൻ ആ ദൈവനാമത്തിൽ ആഗ്രഹിക്കുകയാണ്. വാക്യം ആവർത്തന പുസ്തകം 31-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യമാണ്. ബലവും ധൈര്യമുള്ളവനായിരിപ്പിൻ, അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. യോശുവയോട് മോശ പറയുന്ന ഒരു കാര്യമാണ്. കനാൻ ദേശത്തിലേക്ക് നീ പോകുമ്പോൾ അവിടെയുള്ള ജനത്തെ കണ്ട് പോകുന്ന വഴിയിൽ നീ ഭയപ്പെടാൻ പാടില്ല. ഇന്ന് രാത്രികാലത്ത് ദൂത് പറയാം, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഭയപ്പാടോടുകൂടി മുന്നോട്ട് പോകുന്ന സാഹചര്യം, പല മേഖലകളിലും ഭയം നമ്മെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ അവരെന്ത് പറയും, ഇവിടെ പോയാൽ ഇവരെന്ത് പറയും, പലവിധമാകുന്ന ഭയം ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ അരുളപ്പാട് മോശയിൽ കൂടി യോശുവയ്ക്ക് കൊടുക്കുക. നീ അവരെ പേടിക്കരുത്, നീ അവരെ ഭയപ്പെടരുത്. അവർ സർവശക്തനായ ദൈവം നിന്റെ കൂടെ ഉണ്ടാകും. ഒരുപക്ഷെ നിന്റെ മുമ്പിൽ നിൽക്കുന്നവരെ നിന്നെ പരാജയപ്പെടുത്തുമെന്ന് നീ ഭയപ്പെട്ട് വ്യാകുലതയോടെ ആയിരിക്കുമ്പോൾ, മറ്റുള്ളവരെ നീ ഭയപ്പെട്ട് ജീവിത മേഖലയിൽ നീ സ്വയം അസ്തമിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സർവശക്തനായ ദൈവം വ്യക്തമായി ദൂത് വിളിച്ച് പറയുകയാണ്, മനുഷ്യനെ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം സർവശക്തനായ ദൈവം നിന്നോടൊപ്പം ഉള്ളിടത്തോളം ഒരു മനുഷ്യനും നിന്നെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. യോശുവയോട് മോശ പറയുന്ന കാര്യം, നീ പോകുമ്പോൾ ഭയപ്പെടരുത്. അനാക്യമല്ലന്മാര് കനാൻ ദേശത്തുണ്ടെങ്കിലും എരീഹോമില് ശക്തമായ പ്രതികൂലം അവിടെ ഉണ്ടെങ്കിലും നീ അവരെ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. നിന്നോടൊപ്പം നിൽക്കാൻ സർവശക്തനായ ദൈവം നിനക്ക് മുമ്പിൽ വെളിപ്പെടുവാനിടയായിത്തീരും. അതുകൊണ്ടാണ് 6-ാം വാക്യത്തിൽ പറയുന്നത്, ബലവും ധൈര്യമുള്ളവനായിരിപ്പീൻ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ബലവും ധൈര്യവും ഉള്ളവരായിരിക്കണം. അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. മറ്റുള്ളവരെ കണ്ട് ഭയപ്പെടാനോ പേടിക്കാനോ നീ നിൽക്കാതെ, സർവശക്തനായ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നത് പോലെ, നിന്റെ ആശ്രയം ദൈവത്തിൽ നീ ആശ്രയിക്കുന്നു എങ്കിൽ നിന്റെ മുൻപിൽ നിൽക്കുന്ന ശത്രുവിന്റെ ബലം എത്ര ശക്തമേറിയ
സർവശക്തനായ ദൈവം നിന്നെ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നിന്റെ എതിരാളിയുടെ ശക്തി അതെത്ര വലിയ ശക്തിയാണെങ്കിലും അവൻ ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു, അതിനെ പരാജയപ്പെടുത്തി സ്വർഗം നിന്നെ മാനിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോട് കൂടെ പോരും. അവൻ നിന്നെ കൈവിടില്ല, ഉപേക്ഷിക്കുകയുമില്ല. മനുഷ്യൻ പകുതി വഴിയിൽ നിന്നെ ഉപേക്ഷിച്ചേക്കാം, പകുതി വഴിയിൽ നിന്നെ തള്ളിക്കളഞ്ഞേക്കാം. ആമേൻ. പകുതി വഴിയിൽ നിന്നെ കൈവിട്ട് അവരവരുടേതായ യാത്രകളിലേക്ക് മടങ്ങിപ്പോയേക്കാം. നീ ചിന്തിച്ചു പോകാം, നീ ഒറ്റയ്ക്കായി പോയല്ലോ, നീ പരാജയപ്പെട്ടു പോയല്ലോ എന്ന് ചിന്തിക്കുന്ന മേഖലകളിൽ ദൈവാത്മാവ് പറയുന്നു, ഞാൻ നിന്നെ കൈവിടുകയില്ല, നിന്നെ ഉപേക്ഷിക്കുകയുമില്ല. ആമേൻ. നിന്റെ കൂടെ ഇരുന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തരായ ഒരു ദൈവമുണ്ട് എന്നുള്ളത് തിരുവചനത്തിൽ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ദൂത് വിളിച്ചു പറയാം, കൈവിടാത്ത സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ച് മനുഷ്യൻ നിന്നെ കൈവിടുമ്പോൾ, സമൂഹം നിന്നെ കൈവിടുമ്പോൾ, കൂടെ ഉണ്ടാകുമെന്ന് പറയുന്ന പലരും നിന്നെ കൈവിടുമ്പോൾ, കൈവിടാത്തൊരു സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ, ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കാത്ത സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കാം. പ്രത്യാശയോടെ മുന്നോട്ട് പോകാം. നിന്റെ വിഷയങ്ങളുടെ നടുവിൽ ഭയപ്പെടാതെ ക്രിസ്തുവിൽ ആശ്രയിച്ച് മുന്നേറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.